ആ സ്ത്രീ എന്റെ ഒരു പേഷ്യന്റ് സിസ്റ്റർ. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ അവർക്ക് എന്നെ വിളിച്ചുകൂടെ? അപ്പോയിന്റ്മെന്റ് പിന്നെ എന്തിനാ നിങ്ങൾ അച്ഛാമ്മ? അതെങ്ങനെയാ? അവളോട് പണിട്ടാനല്ലേ നേരമുള്ളൂ. എടാ ഇത് നല്ല ഏർപ്പാടാണല്ലോ. ഉള്ളത് വരുമ്പോ അപ്പന്റെ നെറ്റിച്ചുടി പോടെ കണ്ണു കറി. ഞാൻ എന്റെ വീട്ടിൽ പോവാണേ. അത് കൊള്ളാം. പലമുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടിൽ തെറ്റി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കെട്ടിപ്പറിക്ക് വന്നൊന്നുമില്ല. അപ്പൊ തന്നെ അന്തസ്സായിട്ട് പറഞ്ഞേക്കാം. നടന്ന നെരിക്കാരുടെയാ, വീടാരുടെയാ, അല്ല കാരാരുടെയാ, എന്റെ അപ്പന്റെ വകയാ. എനിക്ക് വന്നതല്ല. എന്നിട്ട് അങ്ങോട്ട് മോൾക്ക് എന്നാ വേണ്ട? എന്റെ ഒരു ഗതികേട്. പേരപ്പന്റെ മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും കെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞാനെത്തി ശാന്തന്മാരുടെ അടുക്ക കിടന്ന് ശ്വാസം മുട്ടുന്നു. എന്റെ തലയിലേക്ക് കാണുന്നുണ്ടോ കർത്താവേ? വേണ്ട ചാച്ചാ, ഈ വാതിലിനെ അടയ്ക്കാനാവും. എന്താ കാര്യം? എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? ഇന്ന് ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്, BPD. അപ്പോൾ BPD എന്ന് പറയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. കോംപ്ലക്സ് എന്ന് പറയാൻ കാര്യം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും BPD ഉള്ളവർക്ക് അവരനുഭവിക്കുന്നത്, അവർക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് BPDയെ പറ്റിയിട്ട് കുറച്ചധികം മനസ്സിലാക്കാം. ഒരുപാടധികം തെറ്റിദ്ധാരണകളും ഒരുപാടധികം എക്സ്പ്ലോർ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് BPD എന്ന് പറയുന്നത്. ഞാൻ BPD എന്ന് പറയുമ്പോൾ വേറൊരു BPD ഉണ്ട്, അത് ബൈപ്പോളർ ഡിസോർഡറാണ്. ബൈപ്പോളർ ഡിസോർഡറിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എങ്ങനെയാണ് ബൈപ്പോളർ ഡിസോർഡറിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈപ്പോളർ ഡിസോർഡർ ഒരു അസുഖമാണ്. എന്നാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പേഴ്സണാലിറ്റിയുടെ തന്നെ ഭാഗമായിട്ടുള്ളൊരു കാര്യം. അത് കൗമാരപ്രായം മുതൽ തന്നെ, അഡോളസൻസ് മുതൽ തന്നെ ഇത് ആളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അത് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം അഡൾട്ടായിരിക്കുന്ന സമയത്ത്, ഇവർ അഡൾട്ടായിട്ട് മാറുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ പെർസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്, വീണ്ടും നിലനിൽക്കും. അതായത് അപ്പോഴേയുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കും. അതിൽ ഒരുപാട് സയൻസ് ലക്ഷണങ്ങൾ, കൂടുതൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഈ വ്യക്തിയെ സഹായിക്കാൻ പറ്റും, എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും, ആ വ്യക്തിക്ക് ചുറ്റുമുള്ള നിങ്ങളെ എങ്ങനെ സഹായിക്കും, ആ വ്യക്തിയെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. കൃത്യമായിട്ടുള്ള അവയർനെസ്സും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടെങ്കിൽ നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് അവർക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു മനോഭാവം അവർക്കുണ്ടാവണം, വ്യക്തമായിട്ടുള്ള അവയർനെസ് അവർക്കുണ്ടാവണം. എനിക്ക് ഇന്ന ഒരു സ്വഭാവ വൈകല്യങ്ങളുണ്ടെന്നും എനിക്ക് സ്വഭാവത്തിൻ്റേതായിട്ടുള്ള ഒരു ഈ വാക്കുകൾ എന്ന് പറയുന്ന പലപ്പോഴും മലയാളത്തിലെ വാക്കുകൾ ഭയങ്കര സ്റ്റിഗ്മയുള്ള വാക്കുകളാണ്. അതായത് നമ്മൾ വൈകല്യങ്ങൾ, സ്വഭാവം, ഡിസോർഡർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് കൊണ്ടുവന്ന് കെട്ടും. കാരണം ഇത്തരത്തിലുള്ള ലേബലുകൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അതെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു ലേബലല്ല ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ OCD എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഒരിക്കലും ഈ കാര്യങ്ങൾ അവരെ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഈ വാക്ക് അവരെ കുറ്റപ്പെടുത്താനുള്ള വാക്കല്ല ആവരുത്. അവരെ നമുക്ക് സഹായിക്കാനുള്ള ഒരു കാരണമായിരിക്കണം ഇത്. എങ്ങനെയാണ് അവർക്ക് സഹായം എത്തിക്കാൻ പറ്റുക, എങ്ങനെയാണ് അവരെ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റുക, അത് അവർക്കും മനസ്സിലാവണം, കൂടെ ഉള്ളവർക്കും മനസ്സിലാവണം. അല്ലെങ്കിൽ ഇത് വെറും കുറ്റപ്പെടുത്തൽ മാത്രമായി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റ്സും ആർഗ്യുമെൻറ്റ്സും മാത്രമായിട്ട് നിങ്ങളുടെ ജീവിതം വെറുതെ തള്ളി നീക്കാമെന്നല്ലാതെ ഇതിന് വ്യക്തമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് വ്യക്തമായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അവരുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് ഒരു പ്രത്യേക രൂപം ഉണ്ടാവില്ല, അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല. അപ്പോൾ അത് ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ദേഷ്യം വന്നാൽ വളരെയധികം ദേഷ്യം, സങ്കടം വന്നു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം, ദേഷ്യം വരുമ്പോൾ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക, ആ രീതിയിലുള്ള ദേഷ്യം, അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്ന രീതിയിലുള്ള ദേഷ്യം,
ഇടിക്കുക, മാന്തുക, അങ്ങനെയൊക്കെയുള്ള ദേഷ്യം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് ഈ പറയുന്ന പോലെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, വളരെ വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാവും. പിന്നെ റിലേഷൻഷിപ്പുകളിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അതായത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. സോ ഒബിയസ്ലി അവരുടെ റിലേഷൻഷിപ്പുകളും അൺസ്റ്റേബിൾ ആയിരിക്കും. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുക, അവരത് എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊപ്പം തന്നെ അവരോടുള്ള നമ്മുടെ സമീപനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാതലായിട്ടുള്ള കുറച്ച് സിംറ്റംസിനെ പറ്റി സംസാരിക്കാം. ആദ്യത്തേത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും, എന്നെ ഇട്ടിട്ട് പോകും, എൻ്റെ കൂടെയുള്ളവർ എന്നെ ഇട്ടിട്ട് പോകും എന്നുള്ള പേടി. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വളരെയധികം ഉള്ളിൽ ആദ്യം ആ ഒരു പേടി ഉണ്ടായിരിക്കും. എന്നെ കൂടെയുള്ളവർ ഇട്ടിട്ട് പോവോ, എൻ്റെ പാർട്ണർ എന്നെ ഇട്ടിട്ട് പോവോ, എൻ്റെ ഫ്രണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ, അല്ലെങ്കിൽ എൻ്റെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാമിലി മെമ്പർ അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അബാൻഡൻമെൻറ്റ് ഫിയർ അവരുടെ ഉള്ളിലുണ്ടാകും. ഇത് രണ്ട് തരത്തിൽ പ്രകടമാകാറുണ്ട്. ഒന്ന്, ഇത് കാരണം അവർ ഭയങ്കരമായിട്ട് ഒരാളെ പിടിച്ചു നിർത്തും, റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എത്ര അറ്റൻഷൻ വേണമെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, ക്ലിഞ്ചി ആയിട്ട് ഇരിക്കുക ഒരാളെ, എപ്പോഴും അയാളെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അയാളെ ഇങ്ങനെ അയാളുടെ ഇത് അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ഫിയറിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഒക്കെ ഇവർ നാളെ എന്നെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ രണ്ടവസ്ഥയും ഇതിൽ കാണാറുണ്ട്. ഈ രണ്ടാമത്തെ ഒരു സിംറ്റമായിട്ട് പറയാൻ സാധിക്കുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, ഒരു സ്ഥിരതയില്ലാത്ത റിലേഷൻഷിപ്പുകൾ. ഇവരൊരു സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ചില ആൾക്കാരെ ഇവർ ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്യും, ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് വെറുക്കുകയും ചെയ്യും. ചിലപ്പോൾ ഈ ആദ്യം ഐഡലൈസ് ചെയ്ത ആൾക്കാരെ തന്നെ ഒരു പീരീഡ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വെറുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഉദാഹരണം പറഞ്ഞു പോലെ, തെറാപ്പിസ്റ്റ് ആദ്യം ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം വളരെ പോസിറ്റീവായിരിക്കും സംസാരിക്കുന്നത്. അവരെ ഭയങ്കര ഐഡലൈസ് ചെയ്ത്, ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇയാൾ ഭയങ്കര സൂപ്പറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ വയ്ക്കും. ഇയാൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് പറയും. എന്തെങ്കിലും ഒരു ട്രിഗർ ആയിരിക്കാം, മേ ബി എന്തെങ്കിലും ഒരു കാര്യം അയാൾ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ ചെയ്തത് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ പാസ്റ്റിലെ ട്രിഗേഴ്സിൻ്റെയോ അവരെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഇയാളെ അവർ ഐഡിയലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷനിൽ നേരെ ഓപ്പോസിറ്റ് കൊണ്ടിടും. അതായത് പിന്നെ അതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് അവരുടെ അടുത്ത് കാണിക്കുക, അത്രത്തോളം അവരെ വെറുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്ക് അവയർനെസ് ഉണ്ടാവണം, എൻ്റെ ട്രിഗർ ആക്റ്റീവ് ആയതാണ്, അത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല, എൻ്റെ ട്രിഗർ, എൻ്റെ ഉള്ളിലെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പ്രശ്നം കാരണം എൻ്റെ ഒരു ട്രിഗർ ആക്ടിവേറ്റ് ആയതാണ് എന്നവർ മനസ്സിലാക്കിയിരിക്കണം. മെയിനായിട്ട് അവർക്ക് മനസ്സിലാക്കൽ ഉണ്ടാകുന്നതാണ് ശരിക്കും തെറാപ്പിയിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുക. ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സ്റ്റീരിയോടിപ്പിക്കലി സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ബിഹേവിയേഴ്സും, ലൈക്ക് അവർ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു കോവർക്കറായിട്ടുള്ള ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് ഒരുപാട് പ്രശംസ കൊണ്ട് മൂടുക. അപ്പോൾ ആ കുട്ടി വളരെ നല്ല കുട്ടിയായിരുന്നു, അവർ വളരെ നല്ല പെരുമാറ്റമാണ്, അവൾ അങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവൾ ഭയങ്കര ബെറ്ററാണ്, എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ ആദ്യം പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പിന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു ട്രിഗറിങ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവുകയാണെങ്കിൽ, ഇഷ്ടമല്ലാത്തൊരു ബിഹേവിയർ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ആളിനെ, അത് വളരെ മോശം വ്യക്തിയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പിന്നെ പറയുക. മൂന്നാമത്തെ സിംറ്റമായിട്ട് പറയാൻ കഴിയുന്നത് ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ, വളരെ ദേഷ്യം പിടിച്ചിട്ടുള്ള ബിഹേവിയർ. ദേഷ്യം പിടിക്കുമ്പോൾ, വളരെ ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിക്കുക, അങ്ങനെയുള്ള ബിഹേവിയർ. എന്ന് വെച്ചാൽ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു പരിധി വരെയാണ് ദേഷ്യം ഉണ്ടാവുക, അതിനപ്പുറം പോകാറില്ല. പക്ഷേ ഇത് അതിനപ്പുറം പോകുന്നൊരു ദേഷ്യമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ദേഷ്യം. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ഭയങ്കര ഇമ്പൾസീവായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോവുക.
ഈ പോകുന്ന എവിടെയാണെന്ന് പോലും അറിയത്തുണ്ടാവില്ല. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഈ തീ എന്ന് പറയും, അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള ദേഷ്യം, അതിങ്ങനെ വളരെ ഒരു ലാവ പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോവുക. ഈ ഒരു ഇമോഷണലായിട്ടുള്ള ഈ ഒരു ഡിസ്ട്രെസ്സിൽ നിന്നും കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ മദ്യപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ റിയ എന്ന് പറയുന്ന ഒരു BPD ഉള്ള ആളിൻ്റെ കേസ് നമുക്കെടുക്കാം. ഈ റിയയുടെ സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടൊരു വലിയ ഫൈറ്റ് ഉണ്ടായെന്ന് വെക്കുക. അവർ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ഈ റിയ എന്ന് പറയുന്ന കുട്ടി അങ്ങ് ഇറങ്ങിപ്പോയി, ദേഷ്യത്തിലങ്ങ് ഇറങ്ങിപ്പോയിട്ട് ഷോപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ കയ്യിൽ 500 രൂപ വെച്ചാണ് ഷോപ്പ് ചെയ്യാൻ പോയെന്ന് വയ്ക്കുക. 500 രൂപ വെച്ചിട്ട് 3000 രൂപയുടെ സാധനങ്ങൾ വാരിക്കൂട്ടി കടത്തിലായി മാറും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടായിരിക്കും പോകുന്നത്, കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയി പൈസ ഇത്രയും ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ 3000 രൂപ ആരെങ്കിലും കടം വാങ്ങി ചിലവാക്കിയിട്ട് ഈ കടത്തിലായിരിക്കും പിന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എത്ര രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്, ആ രൂപയ്ക്ക് എത്രയാണ് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക, എത്രയാണ് ഞാൻ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിൽ നിന്നും പോകും. ആ ഒരു ഇമോഷനുമായിട്ട് കോപ്പപ്പ് ചെയ്യാനാണ് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 5ാമത്തെ ഒരു സിംറ്റമായിട്ട് പറയാൻ പറ്റുന്നത് സൂയിസൈഡൽ തോട്ട്സ്, സെൽഫ് ഹാം. ഈ സൂയിസൈഡ് തോട്ട്സും സെൽഫ് ഹാമിനെ പറ്റി പറയുമ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ ഈ കാര്യങ്ങൾ വളരെ കൂടുതലാണ്, വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ക്രൈസിസ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത്തരത്തിൽ സെൽഫ് ഹാം ചെയ്യാനുള്ള തോട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് പറയുന്നത്. ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ഇതിന് ഹെൽപ്പ് എടുക്കാം, എങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് സൈക്കോതെറാപ്പിയാണ്. സൈക്കോതെറാപ്പി എടുക്കുക. സൈക്കോതെറാപ്പിയിൽ പ്രത്യേകിച്ച് ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി, DBT എന്ന് പറയുന്ന തെറാപ്പി ഓൾറെഡി പലരിലും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക ചുറ്റും. അതായത് ഇതിനെപ്പറ്റി അവെയറുള്ള, BPDയെ പറ്റി അവെയറുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മനുഷ്യരെ ചുറ്റും നിർത്തുക. അതിനൊപ്പം തന്നെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. കൈൻഡ്ലി പ്രാക്ടീസ് സെൽഫ് കെയർ. നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. സമയത്ത് ഉറങ്ങുക, സമയത്തുള്ള നല്ല ക്വാളിറ്റി സ്ലീപ്പ്, 7 to 8 hours ക്വാളിറ്റി സ്ലീപ്പ്, എക്സസൈസ്, പിന്നെ മൈൻഡ്ഫുൾനെസ് എക്സസൈസസ്. ഈ ഇമോഷൻസ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ്ഫുൾനെസ് എക്സസൈസസ് ഉണ്ട്. അത് പല എക്സസൈസ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഓരോ വ്യക്തികളിലും ഏതാണോ വർക്കൗട്ട് ആവുന്നത് ആ രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരു കാര്യത്തിൽ നമുക്ക് ഏതിലാണോ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്ത് മൈൻഡ്ഫുൾനെസ് എക്സസൈസസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ BPD ഉള്ള ആൾക്കാരുടെ ഒപ്പം ജീവിക്കുന്ന മനുഷ്യരോടാണ് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രോമാസും നേരിടേണ്ടി വരും. പലപ്പോഴും റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ 2 സിനാരിയോസ് ഉണ്ടായിരിക്കാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു അയാൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുക എങ്കിൽ നിങ്ങളുടെ ഔട്ട്കം വളരെ ടോക്സിക് ആയിരിക്കും. കാരണം ആ വ്യക്തി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവർ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും BPD അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ബൗണ്ടറീസ് വെക്കുക അവരുമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം അറിയാമല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബൗണ്ടറി വയ്ക്കുക. അതിനൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കാനായിട്ട് മെയിൻലി തെറാപ്പിയിലേക്ക് അവരെ എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിലേക്ക് കൃത്യമായിട്ടുള്ള നോളജും കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എത്തി എന്ന് ചുറ്റുമുള്ളവർ ഉറപ്പ് വരുത്തുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഞാൻ ഇതിൽ കൂടി കടന്നു പോകേണ്ടതാണ്, എൻ്റെ ഈ സ്വഭാവങ്ങൾ മറ്റുള്ളവർക്കും ദോഷകരമായി ബാധിക്കുന്നതാണ്, ഇത് എന്നെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ചുറ്റുമുള്ളവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള നോളജും കൃത്യമായിട്ടുള്ള സപ്പോർട്ടും എടുത്തുകൊണ്ട് ഇതിൽ നിന്നും പുറത്തു വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.